ശൈത്താൻ്റെ കെണിവലയിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഇബിലീസിൻ്റെ കെണിയിൽപ്പെട്ടുപോയി പിടിയിൽപ്പെട്ടുപോയി ആകെ താറുമാറായി കിടക്കുന്ന ആളുകൾ. ചില ആളുകൾക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് പോലും അറിയില്ല. എനിക്കെന്താ സംഭവിക്കുന്നത് എന്നറിയില്ല, മനസ്സിലാവുന്നില്ല, ആകെ താളം തെറ്റിയിരിക്കുന്നു. ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടാണ്, എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് മെച്ചം കിട്ടുന്നില്ല, എന്ത് പറ്റിയെന്നറിയാതെ വിഷമിക്കുന്ന ആളുകൾ. പല ആളുകളും എന്നോട് സങ്കടം പറഞ്ഞ ചില വിഷയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ രക്ഷ കിട്ടാൻ, അതുപോലെ തന്നെ ഈ ഇബിലീസിൻ്റെ ഷെയ്ത്താൻ്റെ മോട്ട് കാണിക്കുന്ന പിശാചുക്കളുടെയൊക്കെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ചെയ്യുന്ന കാര്യത്തിൽ വിജയം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പതിവാക്കിയിരുന്നൊരു ദിക്റിൻ്റെ കൂട്ടം, അതിന് പറയുന്ന പേര് തന്നെ തസ്ബീഹുസ് സഹ്റാ എന്നാണ്. ഹബീബായ നബി തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ മോള് പതിവാക്കിയിരുന്ന ആ മഹത്തായ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് എത്ര വലിയ കൊടിയ ശൈത്താനാണ് പിടിച്ചത് എങ്കിലും അതിൽ നിന്നൊക്കെ കാവൽ കിട്ടാൻ കാരണമായി തീരും. ഇബിലീസിന് നമ്മുടെ അടുക്കൽ പോലും അടുക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കൂല, അവനെ ആട്ടി ഓടിക്കും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ എല്ലാ കാര്യങ്ങളിലും വലിയ ബറക്കത്ത് ലഭിക്കും. അള്ളാഹുവിൻ്റെ ഖൈറിൻ്റെ കവാടങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു തരും. അതിനുപകരിക്കുന്ന മഹത്തായ കുഞ്ഞൻ ദിക്റുകളുടെ കൂട്ടം. നിങ്ങൾ വിചാരിക്കുക, ആ പേരൊക്കെ കേൾക്കുമ്പോൾ കരുതും പുതിയ ഏതോ ദിക്റാണെന്ന്. അല്ലെന്നേ, നമ്മൾ ചൊല്ലി പതിവുള്ള നമുക്ക് അറിയുന്ന ഒരു ദിക്റിൻ്റെ ഒരു കൂട്ടം. പക്ഷേ അത് ചൊല്ലുന്നതിനൊരു തർത്തീബുണ്ടെന്നേ ഉള്ളൂ. ആ തർത്തീബിൽ ചൊല്ലിയാൽ നമ്മുടെ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ സിമ്പിളായി കാര്യങ്ങൾ നടക്കും ഇൻഷാ അല്ലാഹ്. ഏതാണ് തസ്ബീഹുസ് സഹ്റാ എന്ന് കേൾക്കാം. വീഡിയോ മുഴുവനും കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവിയോടൊപ്പം നാളെ സ്വർഗത്തിൽ നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ മുഴുവൻ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ. പല വിഷമങ്ങളുള്ളവർ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. കാരണം ഒരുപാട് കഷ്ടതയിൽ കഴിയുന്നവർ, കഷ്ടപ്പാടിൽ കഴിയുന്നവർ, ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ, അതുപോലെ സന്തോഷമുള്ള ആളുകളുമുണ്ട്. പ്രയാസങ്ങളൊന്നും ഇല്ലാതെ, വിഷമങ്ങളൊന്നും ഇല്ലാതെ റാഹത്തായി പോകുന്ന ആളുകളുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നിലനിർത്തി തരട്ടെ. വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു റാഹത്തും സന്തോഷവും അള്ളാഹുവരുടെ ജീവിതത്തിലേക്ക് കനിഞ്ഞരുളി അവർക്കതൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എന്നോട് പറഞ്ഞ പല വിഷമങ്ങളിൽപ്പെട്ട വലിയൊരു വിഷമമാണ് ഉസ്താദെ, ശൈത്താൻ്റെ ഇടങ്ങേറുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി. എന്ത് ചെയ്താലും പച്ച പിടിക്കുന്നില്ല, എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നില്ല. കുടുംബത്തിൽ വഴക്കാണ്, ജീവിതത്തിൽ വഴക്കാണ്, ജോലിയിൽ പ്രയാസമാണ്, തുടങ്ങിയിട്ട് ഒരു രക്ഷയുമില്ല, ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടി ഇടങ്ങേറായി കഴിയുന്ന, അത് ഒരു പക്ഷേ കടത്തിൻ്റെ പ്രശ്നത്തിലായിരിക്കാം, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നമായിരിക്കാം, സഹോദരങ്ങൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിലുള്ള ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിലുണ്ട്. ഷെയ്ത്താൻ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തും. ഷെയ്ത്താൻ നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ശത്രുവാണ്. അവൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യനാണ്. ഇബിലീസിൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യനാണ്. ഈ ലോകത്ത് നിങ്ങൾ മനസ്സിലാക്കണേ, നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഒരു ദിവസം നടന്ന അക്രമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എത്ര അക്രമങ്ങളാണ്. കൊലപാതകങ്ങളുണ്ട്, പിടിച്ചുപറിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് പീഡനങ്ങളുണ്ട്, തുടങ്ങിയിട്ട് എത്ര അക്രമങ്ങളാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് ഇബിലീസല്ലേ? ഇബിലീസല്ലേ ഇതിനൊക്കെ തുടക്കം കുറിച്ച് കൊടുത്തത്? ഇല്ലേ? കൊലപാതകത്തിന് തുടക്കം കുറിച്ച് കൊടുത്ത ആരാ? ഇബിലീസാണ്, സാക്ഷാൽ ഇബിലീസാണ്. ഹാബീലിൻ്റെയും ഖാബീലിൻ്റെയും ചരിത്രം വിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. വത്ലു അലൈഹിം നബഅ ഇബ്നി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഹാബീലും ഖാബീലും നടത്തിയ ഒരു സംഭാഷണത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖുർബാൻ സമർപ്പിക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. അതിലൊരാളുടെ ഖുർബാൻ അള്ളാഹു സ്വീകരിച്ചു, മറ്റേയാളുടെ സ്വീകരിച്ചില്ല. ഹാബീലിനെ അള്ളാഹു കബൂലാക്കി, മറ്റേയാളെ തഴഞ്ഞു ഖാബീലിനെ. ഖാല ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊന്നു കളയുമടാ എന്ന് ഹാബീലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഖാബീൽ വെല്ലുവിളിച്ചു. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഹാബീലിൻ്റെ മറുപടി എന്താ? അള്ളാഹ് തഖ്വയുള്ളവരുടെ നിന്ന് സ്വീകരിക്കുകയുള്ളൂ എന്ന്. പക്ഷെ എങ്ങനെ കൊല്ലണമെന്ന് അറിയില്ല. കൊല്ലുമെന്ന് വെല്ലുവിളിച്ചു. ആദ്യം കൊല നടന്നിട്ടില്ല, അതിന് മുമ്പ് ആദ്യമായി കൊലപാതകം നടക്കാൻ പോവുകയാണ്.
ഹാബീലിനെ എങ്ങനെ കൊല്ലണമെന്നറിയില്ല. ആ സമയത്താണ് സാക്ഷാൽ ഇബിലീസ് ദഹറലഹു ഇബിലീസ് ആരുടെ അടുക്കൽ? കാബീലിൻ്റെ അടുക്കൽ കടന്നു വരികയും അഹദ ബി തൈരിൻ, ഒരു പക്ഷിയെ പിടിക്കുകയും അതിൻ്റെ തലയിൽ കല്ലുകൊണ്ട് അടിച്ചതിനെ കൊലപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അയാൾക്ക് മനസ്സിലായപ്പോൾ എന്ത്? കല്ലുകൊണ്ട് തലക്കടിച്ചാൽ ആൾ മരിക്കും. ഉറങ്ങിക്കിടന്ന ഹാബീലിൻ്റെ തലയിലേക്ക് കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തി ആദ്യത്തെ അക്രമത്തിന് തുടക്കം കുറിച്ച് സാക്ഷാൽ ഇബിലീസ് അത്ര ശത്രുവാണ് മനുഷ്യനെ പഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, മനുഷ്യൻ്റെ സമാധാനം കെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇബിലീസ് കടന്നുകൂടും, പല രൂപത്തിൽ കൂടും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ബിസ്മി ചൊല്ലണമെന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് പറയുന്നത് എന്തിനാ? ബാത്റൂമിൽ നിന്ന് കയറുമ്പോഴും അതുപോലെ ഇറങ്ങി വരുമ്പോഴും ദിക്റുകൾ ചൊല്ലണമെന്ന് പറയുന്നത് എന്തിനാ? ഇതൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദു പറഞ്ഞ് എഴുന്നേൽക്കണമെന്ന് പറയുന്നത് എന്തിനാ? ഇബിലീസിൻ്റെ കെണിവലയിൽ പെട്ടുപോകാതിരിക്കാനാ. ഇല്ലേ? ബാത്റൂമിലേക്ക് കടന്നു ചെല്ലുന്ന ആൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, ആൺ പെൺ പിശാചുക്കളിൽ നിന്നും കാവൽ നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് എവിടെ കടക്കേണ്ടത്? ബാത്റൂമിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഷെർ ഉണ്ടാകും എന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുകയല്ലേ അതിലൂടെ. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മെ ഇടങ്ങേറാക്കുന്നവരുണ്ട്, ഒരുപാട് ആളുകൾ അത്തരത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനൊരു അമല് പറഞ്ഞു തരാം. ഇത് എൻ്റെ വകയായിട്ട് പറയല്ല, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, മുത്തുനബി തങ്ങളുടെ കരളിൻ്റെ കഷ്ണമെന്ന്, ഫാത്തിമത്തു ഖിത്അത്തു ഖബ്ദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് ഹബീബായ നബിതങ്ങൾ പരിചയപ്പെടുത്തിയ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. മഹാന്മാർ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ മൻ സബ്ബഹ തസ്ബീഹ സഹ്റാ അലൈഹിസ്സലാം, ആരെങ്കിലും ഒരാൾ തസ്ബീഹു സഹ്റാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പതിവാക്കിയിരുന്ന തസ്ബീഹിനെ ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ സുമ്മസ്തഗ്ഫറ, ആരെങ്കിലും അതിനുശേഷം ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ചെയ്തു. ഈ ഒരു ദിക്ർ ചൊല്ലി തസ്ബീഹ് ചൊല്ലിയതിനു ശേഷം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഗഫിറ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്നതാണ്. അതിൻ്റെ പുറമേ പറഞ്ഞു എന്ത്? വഹിയ മിഅത്തുൻ ബിൽ ലിസാൻ വ അൽഫുൻ ഫിൽ മീസാൻ വ തത്റുദു ശൈത്താൻ വ തുർദിർ റഹ്മാൻ. ഇത് മീസാനിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് 1000ങ്ങളുടെ പവറായിട്ട് അവിടെ ഉണ്ടാകുമെന്ന, നാവിലോ 100 കണക്കിന് ദിക്ർ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ഉണ്ടാകും. അതുപോലെ തന്നെ ഇബിലീസിനെ ആട്ടി ഓടിക്കാൻ കഴിയും. ജീവിതത്തിൽ നിന്നും ഇബിലീസിനെ പായിക്കാൻ കഴിയുന്ന മഹത്തായ ദിക്റാണ് തസ്ബീഹു സഹ്റാ എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഇമാമുൽ ബാഖിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. നോക്കുക, അതുമാത്രമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് വതറുദി റഹ്മാൻ, യജമാനനായ റബ്ബിൻ്റെ പൊരുത്തം കിട്ടാൻ അത് കാരണമായി തീരും. അള്ളാഹ് പൊരുത്തപ്പെടുന്ന ആ വ്യക്തിയെ അള്ളാഹു അത്കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. ഇനി അന്നഹു സുഇല അൻ ഖൗലില്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗലിനെ പറ്റി നബി തങ്ങളോട് ഒരിക്കൽ ചോദിച്ചൊരു സ്വഹാബി വന്നിട്ട് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നബിയെ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ എന്നൊരു ആയത്തുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം ഒരുപാട് ദിക്റുകൾ, അതായത് നിങ്ങൾ അള്ളാഹുവിന് ദിക്ർ ചൊല്ലണം. എത്ര ദിക്ർ? കുറഞ്ഞൊന്നുമല്ല, ദിക്റൻ കസീറ, ഒരുപാട് ദിക്റുകൾ നിങ്ങൾ അള്ളാഹുവിന് ചൊല്ലണേ എന്ന് പറഞ്ഞു. എന്താണ് ആ ദിക്റുകൾ ഒരുപാട് ചൊല്ലുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് ഒരുപാട് ദിക്ർ ചൊല്ലുക? എങ്ങനെയാണ് എത്ര എണ്ണം ചൊല്ലിയാലാണ് ഒരുപാട് ദിക്ർ ചൊല്ലി എന്ന് പറയാൻ പറ്റുക എന്ന് ഹബീബായ നബി തങ്ങളുടെ മറുപടി പറഞ്ഞു. അവിടുന്ന് പറയണത് മൻ സബ്ബഹ തസ്ബീഹ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആരെങ്കിലും ഒരാൾ എൻ്റെ മകൾ ഫാത്തിമ ചൊല്ലുന്ന തസ്ബീഹ് ചൊല്ലിയാൽ, എൻ്റെ മകളാകുന്ന ഫാത്തിമ ചൊല്ലുന്ന തസ്ബീഹ് ആരെങ്കിലും ചൊല്ലിയാൽ ഫഖദ് ദക്കറല്ലാഹ ദിക്റൽ കസീർ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരുപാട് ദിക്ർ ചൊല്ലിയതിൻ്റെ സ്ഥാനത്താണ് എന്ന്. തസ്ബീഹു സഹ്റാ ആരെങ്കിലും ചൊല്ലിയാൽ അള്ളാഹുവിന്, ഇതുപോലെ ഈ ദിക്റൻ കസീറ പറഞ്ഞെടുത്ത് അള്ളാഹുവിന് ഒരുപാട് ദിക്ർ ചൊല്ലി എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ആ തസ്ബീഹ് ഉണ്ടാകുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ അമലൊന്നും ചെയ്യാൻ തൗഫീക്ക് കിട്ടാത്ത ആളുകളാണ് നമ്മൾ. ചെയ്യുന്ന അമലൊക്കെ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത, ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് അള്ളാഹ് കബൂലാക്കും എന്നുള്ള ചില അമലുകൾ മഹാന്മാർ പഠിപ്പിച്ച നബിതങ്ങളുടെ ഹദീസുകളിൽ കാണാൻ പറ്റുന്നത്, അതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടം അള്ളാഹ് പൊരുത്തപ്പെടും. അതുപോലെ തന്നെ സാക്ഷാൽ ഇബിലീസിൻ്റെ സകല ഷർറുകളിൽ നിന്നും കാവൽ ലഭിക്കും. അള്ളാഹുവിൻ്റെ കാവൽ, വലിയ സംരക്ഷണം അള്ളാഹു നൽകും. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പരിചയപ്പെടുത്തുന്നു, ഇന്ന നഅ്മുറു സിബിയാനിന ബി തസ്ബീഹി സഹ്റ, ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ ഒരു ദിക്ർ ചൊല്ലാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. തസ്ബീഹു സഹ്റ ഇങ്ങനെ ചൊല്ലാൻ ഞങ്ങളുടെ മക്കളോട് കൽപ്പിക്കുമായിരുന്നു. ഇതുപോലെ കമാന മുറുഹും ബി സ്വലാത്തി, നിസ്കാരം അവരോട് കൽപ്പിക്കുന്നത് പോലെ, നിസ്കരിക്കടാ എന്ന് അവരോട് കൽപ്പിക്കുന്നത് പോലെ എന്തും കൽപ്പിക്കുമായിരുന്നു?
ഈ ഒരു ദിക്ർ നിങ്ങൾ പതിവാക്കണേ എന്ന് ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾ കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ അവർ പതിവാക്കിയിരുന്നു, നിർബന്ധമായിട്ടും അവർ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നു എന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നത്. അത്രയേറെ പവറുള്ള ഒരു പദമാണ് ഈ തസ്ബീഹു സെഹ്റ എന്നുള്ളത്. ഇനിയോ എന്താണ് ഈ തസ്ബീഹു സെഹ്റ അന്ന് ചൊല്ലിയാലോ? മഹാന്മാർ അതിൻ്റെ ഇത് വിശദീകരിക്കണം. എന്താണ് ഈ തസ്ബീഹു സെഹ്റ, അതിൻ്റെ രൂപം എങ്ങനെയാണ്, കൈഫിയത്ത് പറയുന്നുണ്ട്. അത് ആദ്യം ബിസ്മി ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയ ശേഷം സുമ്മ 34 മറത്തൻ അല്ലാഹു അക്ബർ, 34 തവണ അല്ലാഹു അക്ബർ പറയാം. ആദ്യം ബിസ്മി ചൊല്ലി ശേഷം 34 തവണ അല്ലാഹു അക്ബർ പറഞ്ഞു. പിന്നെ അതിന് സുമ്മ 33 മറത്തൻ അൽഹംദുലില്ലാ, അതിനുശേഷം 33 തവണ അൽഹംദുലില്ലാ പറഞ്ഞു. പിന്നെ അതിനുശേഷം സുമ്മ 33 മറത്തൻ സുബ്ഹാനല്ലാഹ്, ശേഷം സുബ്ഹാനല്ലാഹ് 33 പറഞ്ഞു. അതിനുശേഷം സുമ്മ മറത്തൻ വാഹിദത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശേഷം ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചൊല്ലുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ. എന്നാൽ ഇത് ചൊല്ലേണ്ട ശൈലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 5 ദിക്റുകൾ എന്ത് ചെയ്യുക? ഇത് 34 ബിസ്മി ഒരു തവണ, അത് കഴിഞ്ഞ് 34 അല്ലാഹു അക്ബർ, 33 അൽഹംദുലില്ലാഹ്, 33 സുബ്ഹാനല്ലാഹ്, ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചൊല്ലി എന്ത് ചെയ്യുക? നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറ. റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള വലിയ കാവൽ നമുക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ വിശദീകരിച്ചെന്ന തസ്ബീഹു സെഹ്റ നമുക്ക് ചൊല്ലിക്കൂടെ? അതോടൊപ്പം തന്നെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു സ്നേഹം, മഹബ്ബത്ത് ലഭിക്കാൻ കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂലേ ഇൻഷാ അല്ലാഹ്, നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിക്കൂലേ. അള്ളാഹു അവർക്കൊക്കെ അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.